ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം. വാർത്താ ചിത്രീകരണത്തിനിടയിലായിരുന്നു കയ്യേറ്റം. യുണൈറ്റഡ് മീഡിയ യൂട്യൂബ് ചാനലിലെ അഭിഷേക്, കുട്ലാറാം പേജ് യൂട്യൂബ് ചാനലിലെ അജയ്, സഞ്ചാരി സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിലെ സന്തോഷ് തുടങ്ങിയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങൾ നൽകാൻ സിജു കണ്ണനുണ്ട്. സിജു, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആർക്കാണ് ഈ ധർമ്മസ്ഥലയിലെ വാർത്ത ചിത്രീകരിക്കുന്നതിൽ ഇത്ര അസഹിഷ്ണുത എന്നൊരു വലിയ ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം. ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ വാർത്താ ചിത്രീകരണത്തിനിടയിലായിരുന്നു കയ്യേറ്റം. 2012 കൊല്ലപ്പെട്ട സൗജന്യയുടെ വീട്ടിലേക്ക് ഒരു അഭിഭാഷകൻ എത്തിയിരുന്നു. ഈ അഭിഭാഷകനുമായി ധർമ്മസ്ഥലയിൽ നിന്ന് പാങ്കളത്തേക്ക് സൗജന്യയുടെ വീട്ടിലേക്ക് പോകുന്ന റോഡരികിൽ വെച്ച് അവരുമായി സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകർ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. 50-ലധികം വരുന്ന സംഘം പെട്ടെന്ന് ഇരച്ചെത്തി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ധർമ്മസ്ഥല ഗ്യാങ് എന്നറിയപ്പെടുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ്. വാർത്ത ചിത്രീകരിക്കുന്നതിലെ അസഹിഷ്ണുതയാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് മീഡിയ യൂട്യൂബ് ചാനലിലെ അഭിഷേക്, കുട്ലാറാം പേജ് യൂട്യൂബ് ചാനലിലെ അജയ്, സഞ്ചാരി സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിലെ സന്തോഷ്, അനീഷ് തുടങ്ങി 6 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ കൃത്യമായും കവർ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇവർ. 6 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ ഇവരെ ഈ ഉജിറെ, അതോടൊപ്പം തന്നെ ബൽത്തങ്ങാടി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമറയും അവരുടെ ഉപകരണങ്ങളുമെല്ലാം ആക്രമികൾ തകർത്തിട്ടുണ്ട്. തുടർന്ന് മാധ്യമപ്രവർത്തകരും ഈ അക്രമി സംഘത്തിലുണ്ടായിരുന്ന ആളുകളും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും സിജു, മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ധർമ്മസ്ഥലയിലെ വാർത്തകൾ ചിത്രീകരിക്കുന്നതിൽ അസഹിഷ്ണുതയുണ്ട്. അത് ഈ ധർമ്മസ്ഥല ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇതിനോടകം ആക്ഷൻ കമ്മിറ്റി അടക്കം പറയുന്നത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.